ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അപ്പോൾ ജെ ജെ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു ഈസി പോർക്ക് കറി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 1.25 കിലോ പോർക്ക് ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കുക്കറിലിട്ട് വെച്ചേക്കുകയാണ്. ഇനി അതിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാലപ്പൊടിയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി, അതായത് എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ എല്ലാം കൂടി ഒന്നിച്ച് വെച്ചാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. അതുപോലെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിനകത്തേക്ക് ഇടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 2 വലിയ സബോള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിൻ്റെ പകുതി ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ. അതുപോലെ പച്ചമുളക് ഒരു 5 എണ്ണം ചുമ്മാ ഇങ്ങനെ ഒടിച്ചിട്ടേക്കുവാണ്, അത് ചേർക്കുന്നുണ്ട്. അതുപോലെ ഇഞ്ചി ഒരു വലിയ കഷ്ണം അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ അതുപോലെ ഞാനൊരു 2 ചെറിയ തക്കാളിയാണ് അത് അരിഞ്ഞത്, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് കുക്കറിൽ ഒരു 2 വിസിൽ വരുന്ന വരെ നമുക്ക് വേവിച്ചെടുക്കാം. പോർക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. 2 വിസിൽ കുക്കറിൽ വെച്ചിട്ട് അടിച്ചിട്ട് എടുത്തതാണ്. അപ്പം ഞാൻ ഇത് റെഡിയാക്കുമ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ വേറൊരു ചട്ടിയല്ല ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിന് ഉണ്ടാക്കാൻ വേണ്ടി ഇച്ചിരി വലിയ പാത്രമാണ് വെച്ചേക്കണം. അപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ആണ് ഞാൻ ഇട്ടേക്കണം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയുള്ള പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ നമ്മളിവിടെ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു പകുതി അതായത് 2 സവോളയുടെ വലിയ സവോളയുടെ പകുതി ഇവിടെ ഉണ്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 തക്കാളി അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ നന്നായിട്ട് കിടന്നൊന്ന് വഴങ്ങുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ ചെറുതായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ പോർക്ക് കൂടി ഇട്ടാം. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1.25 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.25. അതുപോലെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗരം മസാല പൊടിച്ചത് അത് ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയാണ് ഞാൻ കേട്ടത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് ഇതിൻ്റെ പച്ചമണം മാറി വരെ ഇളക്കി കൊടുക്കുക. ഞാൻ ഒരുപാട് എണ്ണ പിന്നെ ഒഴിച്ചിട്ടില്ല, കാരണം ഈ പന്നിയിൽ നിന്ന് തന്നെ കുറേ എണ്ണ വരും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഞാൻ ഒഴിക്കുന്നില്ല. ഇനി ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ പോർക്ക് എടുത്തിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം കൂടി ഇട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. നമ്മുടെ പോർക്ക് കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അടച്ച് വെച്ചിട്ട് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. അന്നേരമാണ് അതിൻ്റെ ശരിക്കും എല്ലാം പിടിച്ച് നല്ലൊരു രുചി വരത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ വേണമെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ഉപയോഗിക്കാം. പക്ഷെ അത് കഴിയുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കറിവേപ്പില ഇടുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള പോർക്ക് കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇപ്പം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ഈ പരുവത്തിൽ ഇരിപ്പുണ്ട്. ഇനി നമുക്കിത് എടുത്ത് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.